ഒരു മഴക്കാലം കൂടി അടുത്തെത്തിയിട്ടും അപകട ഭീഷണി ഉയർത്തി റോഡരികിൽ നിൽക്കുന്ന വൻമരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടിയായിട്ടില്ല എന്നുള്ളതാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പൂപ്പാറ മുതൽ ദേവികുളം വരെ 200-ലധികം മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന തരത്തിൽ നിൽക്കുന്നതാണ് ഈ മരങ്ങൾ. ഇത് മുറിച്ചു മാറ്റാനുള്ള ഒരു നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓരോ കാലവർഷത്തിലും ഇടുക്കിയിൽ മരങ്ങൾ ഒടിഞ്ഞു വീണുള്ള അപകടങ്ങൾ പതിവാണ്. കഴിഞ്ഞ വർഷവും ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിനു മുകളിലേക്കും കാൽനടയാത്രകന്റെ ദേഹത്തും മരം വീണ അപകടമുണ്ടായി. കാലവർഷം ശക്തമാകുന്നതിനു മുന്നേ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകാറുണ്ട്. എന്നാൽ ഒരു തവണ പോലും ഇത് പാലിക്കപ്പെട്ടിട്ടില്ല. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ട് മുതൽ ദേവികുളം വരെ 200-ലധികം വൻമരങ്ങളാണ് ഏത് നിമിഷവും ഒടിഞ്ഞു വീഴാവുന്ന തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. അത് വെട്ടി മാറ്റുന്നത് കുഴപ്പമില്ല, വെട്ടി മാറ്റണം. ഒത്തും വരാനുണ്ട് ഉണക്കമരം. അത് എനിക്കത് വെട്ടാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാണ് നിൽക്കണേ. അവരാണ് പൈസ വിട്ടു. 2 വർഷത്തിന് മുൻപ് ഒരാൾ മരിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. റോട്ടിലേക്ക് വണ്ടീനെ മുകളിൽ വിളന്നിട്ടില്ല. ചുമ്മാ കിടക്കുമ്പോൾ വണ്ടി കിടക്ക മുടിയാത്ത അളവക്ക് മറവിടും. അത് ആർത്ത് മാറിയാൽ തന്നെ വണ്ടി പോകാൻ പറ്റുള്ളൂ. ഉണങ്ങി ദ്രവിച്ചു നിൽക്കുന്ന മരങ്ങൾ ചെറിയൊരു കാറ്റടിച്ചാൽ പോലും നിലം പതിക്കും. ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന സംസ്ഥാനത്തെ തന്നെ പ്രധാന പാതയിലാണ് അപകട ഭീഷണി ഉയർത്തി ഈ വൻമരങ്ങൾ നിൽക്കുന്നത്. കാലവർഷം ശക്തമാകുന്നതിനു മുമ്പേ ഇവ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇത്തവണ വലിയ അപകടങ്ങൾക്ക് ദേശീയപാത സാക്ഷിയാകേണ്ടി വരും. ഓരോ മഴക്കാലം എത്തുന്നതിനു മുമ്പും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകും. എന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അത് കണ്ട ഭാവം നടിക്കാറില്ല. ഓരോ വർഷവും മരം വീണുണ്ടാകുന്ന അപകടങ്ങളും നിരവധിയാണ്. ഇത്തവണയെങ്കിലും കാലവർഷം ശക്തമാകുന്നതിന് മുമ്പേ ഇവ മുറിച്ചു മാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചാകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.